ഇൻഷാ അള്ളാ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്, അല്ലേ? ഒരു ഫീലിങ്സ് ഉണ്ടാവുക എന്നുള്ളത്. ഫീലിങ്സ് ഇല്ല എങ്കിൽ എന്തായിരിക്കാം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആനന്ദം, ഒരു രസല്ലേ? ഫീലിങ്സ് വേണ്ടേ നമുക്കെന്തിനും? അപ്പൊ ആ ഒരു ഫീലിങ്സ് നമുക്ക് റബ്ബ് തന്നത് തന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചിട്ടും അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടും ചെറിയ രീതിയിൽ ഒന്ന് പോവുകയുണ്ടായി അല്ലെ? അപ്പം അതിനെ കുറിച്ചിട്ട് തന്നെ ഇന്നും ഒന്ന് ചർച്ച ചെയ്യണം എന്ന് ഇന്നലെ താല്പര്യപ്പെടുകയുണ്ടായിട്ടുണ്ടല്ലോ അല്ലെ? അതുപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളത് ഹൃദയത്തിനെ കുറിച്ചിട്ട്, ഹൃദയത്തിന്റെ ഓരോ തലങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇന്നലെയും കൂടി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞതായിരുന്നു. എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അത് തന്നെ കിട്ടാത്തവർ വേറെ എന്തെങ്കിലും ആയി എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 33 ഗ്രാറ്റിറ്റ്യൂഡ് പോയിന്റ്സുകളാണ് നിങ്ങളടുത്ത് ഡെയിലി എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ആ 33 പോയിന്റ്സുകൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് നിഷ്പ്രയാസം എടുത്തെഴുതാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടാവുമെന്നും എടുത്തെഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടെ. ഇനി നമുക്ക് ഹൃദയത്തിന്റെ ചിന്താതലവും ബ്രെയിനിന്റെ ചിന്താതലവും തമ്മിലുള്ള വേരിയേഷൻസ്. നമ്മൾ എന്നും ഏത് വഴിയാണ് ചിന്തിക്കേണ്ടത്? ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോഴും ബ്രെയിൻ കൊണ്ട് ചിന്തിക്കുമ്പോഴും ഉണ്ടാവുന്ന ഡിഫറൻറ്റ് നമുക്കൊന്നറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ തല തല എന്ന് പറയുന്നത് അല്പം ഉയർന്നു നിൽക്കുന്ന, അല്പം പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗമാണ്, അല്ലെ? അപ്പൊ ഈ തലയോടെ നമ്മൾ ഓരോ ചിന്തകളും നമ്മുടെ ബ്രെയിനിലൂടെ വരുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആയിട്ടും ഇടകലർന്ന ചിന്തകൾ നമുക്ക് വരാം. പക്ഷെ ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് ഫുള്ളി ഒരു പോസിറ്റീവായ ചിന്തകൾ മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഫുള്ളി പോസിറ്റീവായ ആ ഒരു ചിന്തയിലേക്ക് മാത്രമേ എത്തപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്കറിയാം, നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യാണ് അല്ലെ? അള്ളാഹുവിന്റെ മുന്നിലേക്ക് മാത്രമാണ് സുജൂദ് കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരു സൃഷ്ടിയുടെ മുന്നിലോ നമുക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പാടില്ല. ആ സുജൂദ് ചെയ്യുന്ന ഒരു ഇരുത്തമുണ്ടല്ലോ, ആ സുജൂദിലേക്കുള്ള ആ നമ്മുടെ ഒരു ആ ഒരു ചിത്രം ഉണ്ടല്ലോ, അതൊന്ന് മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് നോക്കി. നമ്മുടെ തല നമ്മളെ എന്നും ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന നമ്മൾ എന്നും ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആ തലയെ മുഴുവനായിട്ടും നമ്മളൊന്ന് നിലത്തേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. തലയെ നമ്മൾ മുഴുവനായും നിലത്ത് കൊണ്ടുപോയി വെക്കുകയും നമ്മുടെ ഹൃദയത്തെ അല്പം പൊക്കി വെക്കുകയാണ് ചെയ്യുന്നുള്ളത്. സുജൂദ് ചെയ്യുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഒന്ന് നോക്കി നോക്കി എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ ഹൃദയം മുകളിലേക്കാണ്. അപ്പൊ ആ ഹൃദയം മുകളിലേക്കും തല അല്പം താഴേക്കുമാണ്. അപ്പൊ തല താഴ്ത്തിക്കൊണ്ട് ഹൃദയത്തെ പൊക്കിക്കൊണ്ട് ഹൃദയത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഹൃദയത്തിലാണ് നമ്മൾക്ക് എന്നും പോസിറ്റീവായിരിക്കുന്ന ചിന്തകൾ, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ, നമ്മുടെ ഏത് ചിന്തയായിക്കോട്ടെ അത് എന്നും ഖൈറായ മാർഗത്തിലുള്ള, നേരായ മാർഗത്തിലുള്ള ആ ഒരു ചിന്താതലത്തിലേക്ക് നമ്മളെ നയിക്കുക എന്നുള്ളത് ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ സുജൂദിലേക്ക് ഇരിക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താക്കുകയാണ്? നമ്മുടെ തല താഴ്ത്തിക്കൊണ്ട് ഹൃദയത്തെ നമ്മൾ അല്പം പൊക്കിയെടുക്കുകയാണ്. ഇനി അത് മാത്രമല്ല, ഹൃദയം ഒന്ന് പൊങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കൂടി സ്മൂത്ത് ആയിട്ട് പോവാനുള്ള ഒരു സാഹചര്യം കൂടിയായിരിക്കും. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചിട്ട് നിസ്കാരത്തിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇലാഹിലേക്ക് എത്തുന്ന സമയത്ത്, ഇലാഹുമായി അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണ്? നമ്മുടെ ഹൃദയത്തെ അല്പം പൊക്കി വെച്ചിരിക്കുകയാണ് അല്ലെ? അപ്പൊ അവിടെയാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, ഓരോ വിഷയങ്ങളെയും നമ്മൾ നമ്മുടെ ബ്രെയിൻ കൊണ്ട് ചിന്തിച്ച് കാട് കയറുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുപോയി ഹൃദയതലത്തിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ ചിന്തിക്കുക എന്നുള്ളത്. നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പറയണ്ടായി, അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റും പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്നും ബ്രെയിനിനകത്ത് ഹറിബറിയായിരിക്കാം. അതൊന്ന് അണ്ടർസ്റ്റാൻഡിലേക്ക് വരുന്ന സമയത്ത്, അണ്ടർസ്റ്റാൻഡിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ നിന്ന്
ഹൃദയത്തിൽ വെച്ചിട്ട് നമുക്കൊരു സമാധാനിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അപ്പം നമ്മുടെ ലൈഫ് എന്നും നമുക്ക് അൽഹംദുലില്ലാഹ് സ്മൂത്ത് ആയിരിക്കുന്ന ഒരവസ്ഥയിലൂടെ ലൈഫ് ഉണ്ടാവില്ല. ജീവിതം എന്ന് പറയുന്നത് എന്നും ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായിരിക്കാം. ചില ദിവസങ്ങളിൽ പ്രശ്നം ഉണ്ടാവും, ചില ദിവസങ്ങളിൽ പ്രശ്നം ഉണ്ടാവില്ല. ഏതുപോലെ നമ്മളുടെ ബ്രീത്ത് ഇങ്ങനെ അറിയാലോ, ഒന്ന് കയറ്റം ഒന്ന് ഇറക്കം, ഒന്ന് കയറ്റം ഒന്ന് ഇറക്കം, ആ ഒരു അവസ്ഥയിൽ അല്ലെ. അപ്പൊ നമ്മുടെ ജീവന്റെ ആ ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് തന്നെ ഒന്ന് കയറിയും ഇറങ്ങിയും കൊണ്ടാണ്. ആ സാധാരണഗതിയിൽ പറയാലോ, ഒരു കയറ്റം വരുന്ന സമയത്ത് ഒരു ഇറക്കം ഉണ്ടാവും എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ ഈ ഒരു കയറ്റം എന്ന് പറയുമ്പോൾ, ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നോർമലി ചിന്തിക്കുന്നത് നമ്മുടെ റോഡിലൂടെ പോകുമ്പോൾ ഉള്ള ഒരു കയറ്റത്തെ കുറിച്ചിട്ടല്ലല്ലോ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും, അതിനൊരു ഇറക്കവും ഉണ്ടാവും എന്നുള്ളത്, സോറി, ഒരു കയറ്റവും ഉണ്ടാവും എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾക്ക് പ്രതിസന്ധികൾ വരുന്ന സമയത്ത് കയറ്റവും ഇറക്കവും കയറ്റവും ഇറക്കവും ഉണ്ടാവുന്നത് പോലെ തന്നെ നമ്മുടെ ചിന്താതലത്തെ എന്നും ബ്രെയിനിൽ നിന്നും ഹേർട്ടിലേക്കും, ഹേർട്ടിൽ നിന്ന് ബ്രെയിനിലേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. ആ ഒരു ബാലൻസ് മോഡിൽ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ചിന്താതലത്തെ ഒന്ന് മാറ്റിക്കൊണ്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ബാലൻസിങ്ങിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ലൈഫിനെ നമുക്ക് എന്നും ഹാപ്പിയാക്കി നിലനിർത്തിക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ എന്നും ഹാപ്പിയായി ഉണ്ടാവാൻ പറ്റും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നും ഹാപ്പിയായി നിലനിർത്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ ഇതിന് മുമ്പേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് നാം ഓരോരുത്തരും പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ, നമ്മൾ ഓരോരുത്തരും ഈമാൻ കാര്യത്തിൽ നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് പഠിക്കുന്ന സമയത്ത് ഇവിടെ ഈ നന്മയ്ക്കും തിന്മയ്ക്കും ഒരേ തോത് കാണുക, ഒരേ മാർക്ക് ഇടുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നന്മയ്ക്കും തിന്മയ്ക്കും ഒരേ തോത്, ഒരേ മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റും തമ്മിൽ വരുമ്പോൾ നമുക്കിവിടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത്. നമുക്ക് നമ്മുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ വരാം. നമുക്കൊരു ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം വരിക എന്തായിരിക്കാം? റിലേഷൻഷിപ്പല്ലേ ലൈഫ് എന്ന് പറയുമ്പോൾ ആദ്യം വരിക. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുഞ്ഞു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ പാരൻസിനെ കുറിച്ചിട്ടായിരിക്കും കൂടുതൽ കത്തുക, അല്ലെ. അതേപോലെ കല്യാണമൊക്കെ കഴിഞ്ഞവരെ കുറിച്ചിട്ടാണ് പറയണമെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ റിലേഷൻഷിപ്പിലായിരിക്കും നമുക്ക് കൂടുതൽ കത്തുക എന്നുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് ബോണ്ട് ഉണ്ടാവുന്നത് എവിടെ? അവിടെ ആയിരിക്കാം നമുക്ക് കൂടുതൽ ഫോക്കസ് ഉണ്ടാവുക എന്നുള്ളത്, അല്ലെ. അപ്പൊ ഫാമിലി ലൈഫിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ എല്ലാവരും കല്യാണം കഴിഞ്ഞവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ലൈഫിലേക്ക് തന്നെ വരാം. ഫാമിലി ലൈഫിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാൻ വേണ്ടി പറ്റും, ഒരു പുരുഷൻ എന്ന് പറയുന്നതും ഒരു സ്ത്രീ എന്ന് പറയുന്നതും അവർ വിവാഹത്തിലേക്ക് ഏർപ്പെടോട് കൂടി അവർ പരസ്പരം ഒന്നാവുന്നുണ്ട് എങ്കിലും അവർ വ്യത്യസ്തമായ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. വ്യത്യസ്തമായ കാലാവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നും വന്നതാണ്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവരുടെ കാലാവസ്ഥകളും ചുറ്റുപാടുകളിൽ നിന്നും കുഞ്ഞുനാളിലെ അവർ ഫൗണ്ട് ചെയ്തെടുക്കപ്പെട്ട, അവർ ക്രിയേറ്റ് ചെയ്ത് എടുക്കപ്പെട്ട ഒരു ഒരു കൂട്ടം സ്വഭാവങ്ങളുടെ ഒരു ഒരു കൂട്ടം സ്വഭാവങ്ങളുടെ ഒരു ശൃംഖലയായി വന്ന, ഒരു ഒറ്റക്കെട്ടായി വന്നതാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്, അല്ലെ. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നതായിരിക്കാം അവരുടെ ക്യാരക്ടറിലേക്കല്ലേ. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു മനുഷ്യൻ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് എത്ര സാമ്പത്തികമുണ്ട്, അവർക്ക് എത്ര മക്കളുണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാറ്? അല്ല. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ബിഹേവിയർ? അപ്പൊ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഞാനും നിങ്ങളും ആവുന്ന ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ ആണ്, ഒരു സ്വഭാവമാണ്, അല്ലെ. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സ്വാധീനിച്ച് ജീവിക്കാനുള്ളതാണ്, മറ്റുള്ളവരെ അനുസരിച്ചോ മറ്റുള്ളവരുടെ കൂടെ കൂടിയോ ജീവിക്കാനുള്ളതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ. ഒരു വ്യക്തിയായി, ഒരു മനുഷ്യനായി നമ്മൾ പരസ്പരം അറിഞ്ഞ് ജീവിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഒഴുകി പോവേണ്ടത് എന്താണ്? ആ ഒരു പോസിറ്റീവ് തലത്തിലൂടെ, ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിൽ നിന്ന് നിരന്തരം ഒഴുകിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ നമ്മളിൽ നിന്ന് ഒരു പോസിറ്റീവാണ് ഒഴുകി പോവേണ്ടതെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഫുൾഫിൽ ചെയ്ത് വെക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പൊ ഞാനും നിങ്ങളും കുഞ്ഞുനാളിൽ വളർന്നു വന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നമ്മളുടെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവമാണ്. ആ വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ആ വ്യക്തി കുഞ്ഞുനാൾ മുതൽ കണ്ടും കേട്ടും
ഒപ്പിയെടുത്ത് അവരുടെ തന്നെ ഒരു ലൈഫാക്കി മാറ്റിയ ഒരു സംഭവമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ നിന്നും വന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടിയിട്ടാണ് അല്ലെ ഒരു ലൈഫ് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകുന്നുള്ളതും. ഇങ്ങനെ ആയിരിക്കണ സമയത്ത് വ്യത്യസ്തമായ രണ്ട് സിറ്റുവേഷനിൽ നിന്നും വന്ന രണ്ട് വ്യക്തികൾ ഒരുമിച്ച് കൂടി അവർ അങ്ങോട്ട് ലൈഫ് കളർഫുള്ളാക്കി മുമ്പിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനിടയിൽ വേരിയേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി അതിനപ്പുറം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും പഠിച്ചിരിക്കുന്നത് തന്നെ വ്യത്യസ്തമായിട്ടാണ് അല്ലെ, തികച്ചും വ്യത്യസ്തമായിട്ടാണ്. നമുക്കറിയാലോ, നമുക്ക് ഓപ്പോസിറ്റ് വേർഡ്സ് നമ്മൾക്ക് പഠിച്ചിട്ടില്ലേ. അപ്പൊ അവിടെ സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീയുടെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? പുരുഷൻ. പുരുഷന്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്ത്രീ. അവിടെ നിന്ന് നമുക്ക് ആ ഒരു വാക്കിൽ നിന്ന് തന്നെ സ്ത്രീ പുരുഷൻ എന്നുള്ള ഒറ്റ വാക്കിൽ നിന്ന് തന്നെ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഓപ്പോസിറ്റ് വേർഡ്സ്. ആ ഒരു ഓപ്പോസിറ്റ് വേർഡ്സിലേക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ഇത് ഫുള്ളി നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ളത്. ഫുള്ളി നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ആ ഒരു മനസ്സിലാക്കലിലൂടെ ആദ്യത്തെ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ തന്നെ നമുക്ക് പോവാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ മാതാവ് പ്രസവിച്ചു, നമ്മളിങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോയി, പിന്നീട് അവർ നമ്മളെ കല്യാണം കഴിപ്പിച്ചു, പിന്നീട് നമ്മൾ വീണ്ടും കുറച്ച് മക്കളെ പ്രസവിച്ചു, അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ അങ്ങോട്ട് തള്ളി മാറ്റി അങ്ങനെ പോകുന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥ ജീവിതം എന്താണെന്നും യഥാർത്ഥ ജീവിതത്തിന്റെ സത്ത എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ ജീവന്റെ തുടിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ആ ജീവന്റെ വേരിയേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുമ്പോഴാണ് നമ്മുടെ ലൈഫ് എത്ര കളർഫുൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ജീവിതം എന്ന് പറയുമ്പോൾ ഒരു സ്ട്രഗിൾ ചെയ്ത് ജീവിക്കാനുള്ളതല്ല. ജീവിതം എന്ന് പറയുമ്പോൾ സ്മൂത്തായി, ക്ലിയറായി, വളരെ വളരെ സ്മൂത്തായി ജീവിച്ചു പോകാനുള്ളതാണ്. അവിടെ നമ്മൾ സ്ട്രഗിൾ ചെയ്യാതെ സ്മൂത്ത് ചെയ്തുകൊണ്ട് മുമ്പിലോട്ടേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ എന്താണ്? തികച്ചും എതിരായ, തികച്ചും വിപരീത പദമായ ഒരു സ്ത്രീ പുരുഷൻ എന്നുള്ള വിപരീത പദങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്തതാണ്, ഇവർ തമ്മിലുള്ളതാണ് ജീവിതം മുമ്പോട്ട് പോകുന്നുള്ളത്. ഇവിടെ ഈ രണ്ട് മേഖലയിലൂടെയും തമ്മിലാണ് ജീവിതം മുമ്പോട്ട് പോകുന്നുള്ളത് എന്നതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ഉണ്ടാവുന്ന അഡ്ജസ്റ്റ്മെന്റിന്റെയും അണ്ടർസ്റ്റാൻഡിന്റെയും താക്കോൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അണ്ടർസ്റ്റാൻഡിനെയും അഡ്ജസ്റ്റ്മെന്റിനെയും ഈ ഒരു രീതിയിൽ ഇൻഷാ അള്ളാഹ് മുമ്പിലോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് പറഞ്ഞ ഏത് സാഹചര്യത്തെയും നമുക്കൊരു പുഷ്പം പോലെ അങ്ങോട്ട് എടുത്തു മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ല, പ്രാക്ടീസ് ചെയ്യണം. ഒരു 3 മാസമെങ്കിലും ചുരുങ്ങിയത് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലൈഫ് മുമ്പിലോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ശരിക്കും അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ് ഒരു ജീവിതത്തിലേക്ക് മുമ്പിലോട്ടേക്ക് കൊണ്ടുവരേണ്ട ആദ്യത്തെ പോയിന്റ്. ഇനി അണ്ടർസ്റ്റാൻഡിങ് കഴിഞ്ഞതിന് ശേഷം അവിടെയാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരുന്നുള്ളത്. അപ്പൊ നമ്മുടെ അടുത്ത് എല്ലാവരും പറയാറില്ലേ, ജീവിതല്ലേ, ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ്ടേ എന്നുള്ളത്. ശരിക്കും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കാതെയാണ് ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോയിട്ടുണ്ടായത്. ഇവിടെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നതിന്റെ ശേഷം നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലൂടെ പോകുന്ന സമയത്തായിരിക്കാം ലൈഫ് ഒന്നുകൂടി കളർഫുൾ ആക്കാൻ വേണ്ടി പറ്റുന്നുള്ളത്. എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ നിൽക്കുക, എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക? അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ നിൽക്കുക എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഞാൻ എന്ന് പറയുന്നത് സ്ത്രീയാണ്, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് പുരുഷനാണ്. എന്നിൽ നിന്നും എൻ്റെ ഭർത്താവിൽ നിന്നും ഉണ്ടാവുന്ന പ്രവർത്തനങ്ങൾ തികച്ചും വിപരീതമായിരിക്കുന്നു എന്നതിനെ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറയുന്ന അണ്ടർസ്റ്റാൻഡിങ്. സെക്കൻഡ് വൺ, നമ്മൾ ഇപ്പോൾ ആ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ചെയറിൽ അങ്ങോട്ട് ഇരുന്നു കൊണ്ട്, അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒന്ന് ഇരുന്നു കൊണ്ട് നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവുകയാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ പല സ്വഭാവങ്ങളും നമുക്ക് പിടിക്കില്ല, നമ്മളെ പല സ്വഭാവങ്ങളും അവർക്കും പിടിക്കില്ല. അവിടെയാണ് ശരിക്കും ഇത് രണ്ടും
വ്യത്യസ്തമായ ധ്രുവമാണ് എന്നുള്ള മനസ്സിലാക്കൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും, ആ മനസ്സിലാക്കലിന്റെ ഉള്ളിൽ നിന്നും അവിടെ നിന്നും അവർ നമുക്കിഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ അവരിൽ നിന്നോ അവർക്കിഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നോ ഉണ്ടാവുന്ന സമയത്ത് തികച്ചും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. പോവുക എന്നുള്ളതാണ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാണ്. ഏതുപോലെ? നമ്മുടെ കുഞ്ഞിക്കുട്ടി, നമ്മൾ പ്രസവിച്ച നമ്മുടെ കുട്ടി, നമ്മൾ പ്രസവിച്ച നമ്മളെ കുട്ടിയെ നമ്മൾ ഏത് രീതിയിലാണോ അവരെ ഒന്ന് ബോൾഡ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മക്കളെ നമ്മൾ ഏത് രീതിയിലാണോ ബോൾഡ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആ സമയത്ത് നമ്മുടെ മക്കളിൽ നിന്നും എത്രമാത്രം വികൃതികൾ വരും, ഇല്ലേ? എത്രമാത്രം വികൃതികൾ നമ്മുടെ മക്കളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ദേഷ്യം വരാറുണ്ടോ? നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വുളൂ എടുത്ത് വരുന്ന സമയത്ത് കുട്ടി മൂത്രമൊഴിച്ചിട്ടോ അപ്പിയിട്ടിട്ടോ വീണ്ടും നമ്മൾ പോയി കഴുകിക്കൊടുത്ത് വീണ്ടും നമ്മൾ നിസ്കാരത്തിലേക്ക് വന്ന ദിവസങ്ങൾ ഉണ്ടാവില്ലേ? അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ആ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോഴും നമുക്ക് ഈ ഒരു പ്രതിസന്ധി വന്നപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ വീണ്ടും നിസ്കാരത്തിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന നിമിത്തം നമുക്ക് ദേഷ്യം വരുന്നില്ല, പ്രയാസം വരുന്നില്ല, സങ്കടം വരുന്നില്ല. എന്തുകൊണ്ട്? അവിടെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? ഇത് എൻ്റെ കുട്ടിയാണ് എന്നുള്ളത്, അല്ലെ? ഇത് എൻ്റെ കുട്ടിയാണ് എന്നുള്ളത് നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ അവിടെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു മനസ്സിലാക്കലിന്റെ തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നുള്ളത് പോലെ ഇവിടെ നമ്മൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഏത് സാഹചര്യം ആയിക്കോട്ടെ, ആ സാഹചര്യത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആ സംവിധാനത്തിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം വരുമ്പോഴാണ് ആ ഒരു പ്രവർത്തനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റും നമുക്ക് ഒരുപോലെ ആവശ്യമുള്ളതാണ്. പക്ഷെ ഇത് ഒരുപോലെ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ചെയറിൽ ഇരുന്നു കൊണ്ടായിരിക്കണം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ചെയറിൽ ഇരുന്നു കൊണ്ടായിരിക്കണം നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. അതേസമയം അഡ്ജസ്റ്റ്മെന്റിന്റെ ചെയറിൽ ഇരുന്നു കൊണ്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന, അത്രമാത്രം വാല്യുബിൾ ആയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും എന്ന് പറയുന്നത്. ഇനി പുരുഷന്റെ ശരീരത്തിന്റെ ഘടന നോക്കുക, സ്ത്രീയുടെ ശരീരത്തിന്റെ ഘടന നോക്കുക. പുരുഷ ശരീരത്തിന്റെയും സ്ത്രീ ശരീരത്തിന്റെയും ഘടന ഒന്നാണോ? അല്ല. ഇനി ബാഹ്യമായ അവയവങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ചില അവയവങ്ങൾ സാമ്യതയിലുണ്ടെങ്കിലും അവിടെയും ഡിഫറെന്റ് ഇല്ലേ? ബാഹ്യതലത്തിൽ ഡിഫറെന്റ് ഇല്ലേ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ? ആന്തരിക തലത്തിൽ ഡിഫറെന്റ് ഇല്ലേ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ? മെന്റലി ഡിഫറെന്റ് അല്ലേ ഒരു സ്ത്രീയും പുരുഷനും? അല്ലേ? എനർജിയുടെ കാര്യത്തിൽ, ഒരു ശക്തിയുടെ വിഷയത്തിൽ എടുക്കുകയാണെങ്കിൽ ഡിഫറെന്റ് അല്ലേ സ്ത്രീയും പുരുഷനും? അപ്പൊ അവിടെയൊക്കെ എല്ലാ തരത്തിലുള്ള ആ ഒരു ഡിഫറൻറ്റിനെ, ഒരു വേരിയേഷനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലേ? ആർക്കെങ്കിലും തർക്കമുണ്ടോ ഒരു വിഷയത്തില്? ഇല്ല. ആ ഒരു വിഷയത്തിൽ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ആർക്കും തർക്കം ഇല്ല താനും. പക്ഷേ എല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവരുടെ ബിഹേവിയറിൽ, സ്വഭാവത്തിൽ മാറ്റമുണ്ടാവും എന്നുള്ളതിന് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ മെയിൻ പോയിന്റ് ഫോക്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് അത്രമാത്രം പവിത്രമുള്ളതാണ്. അപ്പൊ അവിടത്തേക്ക്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ ഓരോ ദിവസവും ഒന്ന് പോവുക എന്നുള്ളത്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കുക എന്നുള്ളത്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഹസ്ബൻഡിനെ നമുക്ക് അവരുടെ ബിഹേവിയറിൽ, അവരുടെ സ്വഭാവത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത്
ഒരുപാട് വേരിയേഷൻസുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിലും അവിടെ വെച്ചിട്ട് നമുക്ക് അവരുടെ ഏതെങ്കിലും അവർ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ടും കൂടിയുള്ള ഒരു അവയർനെസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അവയർനെസ്സിൽ ഇരുന്നു കൊണ്ട് ആ ഒരു അവയർനെസ്സിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇൻഷാ അള്ളാ നമ്മളുടെ അഡ്ജസ്റ്റ്മെന്റിനെയും അണ്ടർസ്റ്റാൻഡിങ്ങിനെയും നമ്മൾക്ക് സ്മൂത്തായി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇൻഷാ അള്ളാ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ വിഷയത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് പിൻപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ വേറെ പ്രത്യേകിച്ചിട്ട് ആർക്കും ഒന്നും ചോദിക്കാനൊന്നും ഇല്ല എങ്കിൽ ഇൻഷാ അള്ളാ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നാളെ വീണ്ടും വരാം ഇൻഷാ അള്ളാ. നാളത്തേക്ക് നിങ്ങൾ എല്ലാവരും ഏത് അവയവത്തെ കുറിച്ചിട്ടാണ് ഒരു 33 പ്രാവശ്യം എഴുതി വരാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ്, ആർക്കും എന്താ അഭിപ്രായം ഇല്ല പറയാൻ? അപ്പൊ ഓക്കെ ഇൻഷാ അള്ളാ. നിങ്ങൾക്ക് ആർക്കും പ്രത്യേകമായിട്ട് നാളത്തെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് എഴുതി ചേർക്കാൻ ഇന്ന് ഒരു ഭാഗം കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ലേ? ഞാൻ തന്നെ സെലക്ട് ചെയ്യണോ? നിങ്ങളുടെ ഭാഗത്തു നിന്നും അവരെ റെസ്പോണ്ട് വന്ന് ചെയ്യുമ്പോൾ ഒന്നുകൂടി സൂപ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോഴായിരിക്കാം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതിനെ കുറിച്ചിട്ട് തന്നെ കിട്ടുക എന്നുള്ളത്. അപ്പൊ ഇൻഷാ അള്ളാ നിങ്ങൾ ആരും അതിനെ സെലക്ട് ചെയ്യുന്നില്ലെങ്കിൽ തൽക്കാലം നാളെ നമുക്ക് എന്തിനെ കുറിച്ചിട്ടാണ് എന്നുള്ളതിൽ ഞാൻ തന്നെ നിങ്ങൾക്കൊന്ന് സെലക്ട് ചെയ്ത് തരാം ഇൻഷാ അള്ളാ. നമുക്ക് നാളെ നമ്മുടെ നാവിനെ കുറിച്ചിട്ട് സംസാരിക്കാം. അതിനു വേണ്ടിയിട്ട് നാവിനെ കുറിച്ചിട്ട് നമുക്ക് സോറി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നാവിനെ കുറിച്ചിട്ട് 33 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ടായിരിക്കണം നാളത്തെ ക്ലാസ്സിലേക്ക് വരുന്നതിനേക്കാൾ വരേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇൻഷാ അള്ളാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.